നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം. പുഷ്പാർച്ചനയുമായി കോൺഗ്രസ് പ്രവർത്തകർ. നന്ദിപുരം ബസ് കാത്തിരിപ്പ് കേന്ദ്രം മാലിന്യ കയത്തിൽ തിരിഞ്ഞു നോക്കാതെ അധികൃതർ. കോരിയെടുത്ത ചെളി തോട്ടിലേക്ക് തന്നെ പതിക്കുന്ന സ്ഥിതിയിൽ ശുചീകരണം. പറപ്പൂക്കരയിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പേരിൽ നികുതിപ്പണം കൊള്ളയടിക്കുന്നതായി BJPയുടെ ആരോപണം. അത്ഭുത കാഴ്ചയായി മീൻകൊത്തി ചിന്നൻ. തട്ടേക്കാട്ടിലെ അപൂർവ പക്ഷി മറ്റത്തൂരിൽ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പാലക്കപ്പറമ്പിൽ CPI പൊതുയോഗം. PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. പുഷ്പാർച്ചനയും നടത്തി. അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. MP വർഗീസ്, അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭഗവതി ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ K രാജേശ്വരി, സനൽ മന്നളി, TT ബെന്നി മാസ്റ്റർ, സിജോ പുന്നക്കര, ഹരിദാസൻ ഓസ്റ്റിൻ, O വിജയൻ, ചന്ദ്രൻ പുതിയോത്ത്, റോസ്മേരി, ഹരൺ ബേബി, അൻസരോ, ജെയിൻ കുവക്കാൻ, MP വർഗീസ്, സന്തോഷ് പാറക്കാടൻ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോടാലിയിൽ രാജീവ് ഗാന്ധിയുടെ 35ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ രാജീവ് ഗാന്ധി അനുസ്മരണം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ദേവസി തൊണ്ടുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രിൻസ്, രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടനാ ജില്ലാ സെക്രട്ടറി ബെന്നി തൊണ്ടുങ്ങൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശാലിനി ജോയ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ നൌഷാദ് കല്ലുപറമ്പിൽ, സുജീഷ് കോരുശ്ശേരി, ജേക്കബ് തേക്കാനത്ത്, KSU ജില്ലാ സെക്രട്ടറി പ്രണവ് പ്രിൻസ്, ബൂത്ത് മണ്ഡലം ഭാരവാഹികളായ ജെയ്നി സിജോ, തങ്കമണി, സജി കുമാർ പൈങ്കയിൽ, ജോസഫ് വെള്ളിക്കുളങ്ങര, തോമസ്, ജേക്കബ് ചിറങ്ങാടൻ, ബെന്നി താഴേക്കാടൻ, ഗോകുലൻ, ഉണ്ണികൃഷ്ണൻ പുല്ലരിക്കൽ, സജി ചാക്കോ തുടങ്ങിയവർ ചേർന്ന് നിലവിളക്കു തെളിയിച്ച് പുഷ്പാർപ്പണം നടത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തെളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, ജെയിംസ് പറപ്പുള്ളി, വർഗീസ് തെക്കേത്തല, ജോഷി ജോയ്, ലിനി ബിജു, KA ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അധികൃതരുടെ അവഗണനയ്ക്ക് ഉദാഹരണമായി മാറുകയാണ് നന്ദിപുരത്തെ ഏക ബസ് കാത്തിരിപ്പ് കേന്ദ്രം. പരിസരമാകെ മാലിന്യങ്ങൾ നിറഞ്ഞതോടെ യാത്രക്കാർക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അധികൃതരുടെ അവഗണനയ്ക്ക് ഉദാഹരണമായി മാറുകയാണ് നന്ദിപുരത്തെ ഏക ബസ് കാത്തിരിപ്പ് കേന്ദ്രം. പരിസരമാകെ മാലിന്യങ്ങൾ നിറഞ്ഞതോടെ യാത്രക്കാർക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ നന്ദിപുരം സെന്ററിലുള്ള ഏക ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇന്ന് മാലിന്യങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ചപ്പും ചവറുകളും മറ്റു പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടി കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പരിസരം പൂർണ്ണമായും വൃത്തിഹീനമായി കിടക്കുകയാണ്. ദുർഗന്ധം വമിക്കുന്നതിനാൽ യാത്രക്കാർക്ക് ഇവിടെ കയറി നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കൾ ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നു. മഴക്കാലം അടുത്തുവന്നിട്ടും കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തെ കാനകൾ വൃത്തിയാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കാനകൾ മുഴുവൻ മണ്ണും മാലിന്യവും വന്ന് അടിഞ്ഞുകിടക്കുകയാണ്. കാലവർഷം ശക്തി പ്രാപിച്ചാൽ വെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ സാധിക്കാതെ ഈ ഭാഗത്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ശുചിത്വം നമ്മുടെ പഞ്ചായത്തിന്റെ മുഖമുദ്ര എന്ന് പ്രഖ്യാപിക്കുമ്പോഴും തദ്ദേശ സ്ഥാപനത്തിന്റെ തൊട്ടുമുന്നിലുള്ള ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ കാണാതെ പോകുകയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് പറയുന്നു.
ജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ ഈ മാലിന്യക്കൂമ്പാരം അടിയന്തരമായി നീക്കം ചെയ്യാനും കാനകൾ വൃത്തിയാക്കാനും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വിധത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങളാണ് ചപ്പും ചവറും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അവിടുത്തെ ഓടകളൊക്കെ ഈ ചപ്പും ചവറും മൂലം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ ഓടയിലൂടെ വെള്ളം സുഗമമായി ഒഴുകാൻ പറ്റില്ല, കാലവർഷം ശക്തി പ്രാപിച്ച. അപ്പോൾ അത് വല്ലാത്തൊരു വെള്ളക്കെട്ട് സൃഷ്ടിക്കും. നമ്മൾ ശുചിത്വത്തിൽ മുൻപന്തിയിലാണ് ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശുചിത്വം വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഹരിതകർമ്മ സേനകളെ കൊണ്ട് മാറ്റിക്കാനുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യാവശ്യ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞാൻ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പറപ്പൂക്കര പഞ്ചായത്തിലെ കൊളത്തൂർ പ്രദേശത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ പേരിൽ ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിക്കുന്നതായി BJPയുടെ ആരോപണം. കോണിക്കച്ചിറയിൽ നിന്നും വെള്ളം ചാലിലേക്ക് എത്തിക്കുന്ന തോട് വൃത്തിയാക്കിയ ശേഷമുള്ള മാലിന്യങ്ങൾ തോടിന്റെ വശങ്ങളിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. പറപ്പൂക്കര പഞ്ചായത്തിലെ 8, 10 വാർഡുകൾ ഉൾപ്പെടുന്ന കൊളത്തൂർ പ്രദേശത്താണ് അധികൃതരുടെ കടുത്ത അനാസ്ഥ ദൃശ്യമാകുന്നത്. മഴക്കാലത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാനായി തോട് വൃത്തിയാക്കിയെങ്കിലും കോരിയെടുത്ത ചെളിയും ആഫ്രിക്കൻ പായലും മറ്റ് മാലിന്യങ്ങളും തോടിന്റെ മുകളിലും വശങ്ങളിലുമായി നിക്ഷേപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ ഈ മാലിന്യങ്ങളെല്ലാം വീണ്ടും തോട്ടിലേക്ക് തന്നെ വീണു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്താൽ മുകളിലിട്ട അവശിഷ്ടങ്ങൾ മുഴുവൻ തോട്ടിൽ ഇറങ്ങി നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. ജനങ്ങളുടെ നികുതിപ്പണം എങ്ങനെ കൊള്ളയടിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ശുചീകരണമെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും BJP ആരോപിച്ചു. ഇടതു വലത് മുന്നണികളുടെ തെറ്റായ വികസന കാഴ്ചപ്പാടാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്ന് BJP കുറ്റപ്പെടുത്തി. സംഭവത്തിൽ BJP കൊളത്തൂർ ബൂത്ത് കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. ബൂത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ മുണ്ടക്കൽ, BJP ജില്ലാ ട്രഷറർ വിജയൻ മോപ്രത്ത്, വടുതല നാരായണൻ, ശ്രീകല ജയപ്രകാശ്, സന്തോഷ്, അശോകൻ അത്താണി എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങളോടെ ഊർജിതമാക്കണമെന്നും പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും പകർച്ചവ്യാധികൾ തടയാനും അടിയന്തര മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നായ നന്ദിപുലം സെന്റർ ഇരുട്ടിലായിട്ട് 6 മാസം കഴിയുന്നു. നന്ദിപുലം സെന്ററിലെ ഹൈമാസ്റ്റ് ലൈറ്റ് കത്താത്തത് വഴിയാത്രക്കാരും വ്യാപാരികളും ഒരുപോലെ ദുരിതത്തിലാണ്. ഹൈമാസ്റ്റ്, മിനിമാസ്റ്റ് ലൈറ്റുകൾ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. എന്നാൽ ഈ വിഷയത്തിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നന്ദിപുലം, മാഞ്ഞൂർ, മാട്ടുമല എന്നീ 3 പ്രധാന വാർഡുകൾ സംഗമിക്കുന്ന കവലയാണ് നന്ദിപുലം സെന്റർ. ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നതായി പറയുന്നു. തെരുവ് വിളക്കുകൾ കത്താത്ത സാഹചര്യത്തിൽ ജംഗ്ഷനിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. നന്ദിപുലം സെന്ററിലെ ഹൈമാസ്റ്റ് ലൈറ്റ് അടിയന്തരമായി നന്നാക്കി പ്രകാശിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപൂർവ ഇനം പക്ഷിയായ മീൻകൊത്തി ചിന്നനെ കടമ്പോട് പ്രദേശത്ത് കണ്ടെത്തി. അപൂർവ ഇനം പക്ഷിയായ മീൻകൊത്തി ചിന്നനെ കടമ്പോട് പ്രദേശത്ത് കണ്ടെത്തി. തണ്ണീർത്തടങ്ങളുള്ള വനപ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന 3 വിരലൻ പൊന്മാനെ മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് കണ്ടെത്തി. കടമ്പോട് പള്ളായി വീട്ടിൽ PS ബാബുവിന്റെ വീട്ടുമുറ്റത്താണ് മീൻകൊത്തി ചിന്നൻ അഥവാ ഓറിയന്റൽ ഡോർഫ് കിങ്ഫിഷർ എന്ന കുഞ്ഞു പക്ഷിയെ കണ്ടത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനടിയിൽ അവശനിലയിൽ കിടക്കുകയായിരുന്നു ഈ കിളി. ബൈറ്റ് PS ബാബു. പറക്കാൻ പ്രയാസപ്പെടുന്നതായി കണ്ടപ്പോൾ ബാബു കിളിക്ക് വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ചതോടെ ആരോഗ്യനില തെല്ലു മെച്ചപ്പെട്ട 3 വിരലൻ പൊന്മാൻ സമീപത്തെ മരച്ചിലയിലേക്ക് പറന്നു കയറിയെങ്കിലും തുടർന്ന് പറക്കാൻ കഴിയാതിരുന്നതിനാൽ മരച്ചിലയിൽ തന്നെ ഇരിപ്പായി. ഒരു കണ്ണിന് പരിക്കേറ്റ നിലയിലാണ് കിളി. പറന്നു പോകാൻ കഴിയാത്തത് കണ്ണിലെ പരിക്കു മൂലമാണെന്നാണ് കരുതുന്നത്. പറക്കാൻ പ്രാപ്തനാകും വരെ കിളിയെ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് ബാബുവും കുടുംബവും. ദിവസങ്ങളോളം കാട്ടിലലഞ്ഞാലും ഈ നീർപക്ഷിയെ എളുപ്പത്തിൽ കണ്ടുകിട്ടാറില്ലെന്ന് പക്ഷി നിരീക്ഷകർ പറയുന്നു. ജനവാസ മേഖലയിൽ വളരെ അപൂർവമായി മാത്രം കാണാറുള്ള പക്ഷിയാണ് ഇതെന്നും തട്ടേക്കാടടക്കം വളരെ കുറച്ചു പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ ഇനം കുഞ്ഞൻ പക്ഷി കടമ്പോട് പ്രദേശത്തെത്തിയത് കൗതുകമുളവാക്കുന്നുവെന്നും അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകനായ അശോകൻ മാഷ് പറയുന്നു. ബൈറ്റ് 2 അശോകൻ മാഷ്, പക്ഷി നിരീക്ഷകൻ.
ഒരു ഭാഗിക കുടിയേറ്റ പക്ഷിയായ മീൻകൊത്തി ചിന്നൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പൊന്മാനായാണ് അറിയപ്പെടുന്നത്. ഏറെ വർണ്ണപ്പകിട്ടുള്ള പക്ഷി കൂടിയാണിത്. ചുവന്ന ചുണ്ട്, മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമുള്ള അടിഭാഗം, ഇളം ചുവപ്പ് കലർന്ന തലയും കഴുത്തും, നീലയും കറുപ്പും കലർന്ന പുറംഭാഗം എന്നിവയാണ് കുഞ്ഞൻ പക്ഷിക്കുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കുകിഴക്കൻ ഏഷ്യൻ ഭൂപ്രദേശങ്ങളിലുമാണ് ഇവയെ സാധാരണയായി കാണപ്പെടുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലെ വനങ്ങളിൽ സാധാരണയായി അരുവികൾക്കോ കുളങ്ങൾക്കോ സമീപമാണ് ഇവ ജീവിക്കുന്നത്. വണ്ടിയുടെ അടിയിലേക്കാണ് ഒരു ചെറിയ എന്തോ ഇരിക്കുന്ന പോലെയാണ് തോന്നിയത് അത്. അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയോട് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയൊരു കിളി. നമ്മൾ വിചാരിച്ചത് പപ്പുന്ന പോലെ ഒന്നും മുളയ്ക്കാത്തൊരു കിളിയാണെന്ന് കരുതിയത്. അത് കഴിഞ്ഞ് അടുത്തെത്തിയപ്പോഴാണ് അത് പറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കി, അപ്പോൾ പിന്നെ തീരെ വയ്യാത്ത പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞ് നമ്മളത് പറന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ കയ്യാലൊളുപ്പിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അത് വീണ്ടും തളർന്ന് വീണു. കണ്ട അപൂർവ പക്ഷി മീൻകൊത്തി ചിന്നൻ അല്ലെങ്കിൽ ഓറിയൻ്റൽ ഡാർഫ് കിങ്ഫിഷർ എന്ന് പറയുന്ന പൊന്മാൻ ഇനമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പൊന്മാനുകളിലൊന്നും ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഒരു പൊന്മാനും കൂടിയാണിത്. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ CPI തൃക്കൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കപ്പറമ്പിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ CPI തൃക്കൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കപ്പറമ്പിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം VK സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി ഡെനീസ് പുളിക്കൻ, BKMU പഞ്ചായത്ത് സെക്രട്ടറി KL ജോർജ്, TK രാജൻ, രമണിചന്ദ്രൻ, റനീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇതാണ് അന്തർധാര, BJP കോൺഗ്രസ് അന്തർധാര. ഇതിനെതിരായും കൂടിയുള്ള ജാഗ്രത നാട്ടിലെ ബഹുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം ചെറുതും വലുതുമായ നിരന്തരമായ പ്രക്ഷോഭങ്ങളിലൂടെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPI, ഇടതുപക്ഷം, പുരോഗമന പ്രസ്ഥാനങ്ങൾ വരും നാളുകളിൽ അതിശക്തമായ പ്രക്ഷോഭധാരയിലേക്ക് നാട്ടിലെ ബഹുജനങ്ങളെ നയിക്കാൻ ഇറങ്ങി വരും. അത്തരം പ്രക്ഷോഭങ്ങളിൽ ഈ നാട്ടിലെ ബഹുജനങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണ് ചായ. എല്ലാ വർഷവും മെയ് 21 അന്താരാഷ്ട്ര ചായ ദിനം ആചരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണ് ചായ. എല്ലാ വർഷവും മെയ് 21 അന്താരാഷ്ട്ര ചായ ദിനം ആചരിക്കുന്നു. ചായ മനുഷ്യൻ്റെ ചങ്ങാതിയായിട്ട് 5000-ലധികം വർഷമായി. ചൈനീസ് രാജാവായിരുന്ന ഷൻ നുങ് ആണ് ചായയുടെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത്. ഒരിക്കൽ തൻ്റെ സൈനികർക്കൊപ്പം ഒരു മരത്തിനടിയിൽ അഭയം തേടിയതായിരുന്നു ഷൻ നുങ്. അവർ വെള്ളം തിളപ്പിക്കുന്നതിനിടെ തേയിലയുടെ ഇലകൾ അതിലേക്ക് കാറ്റിൽ പറന്നെത്തി വീഴുകയും ആദ്യത്തെ ചായ അങ്ങനെ രൂപം കൊള്ളുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പിൽക്കാലത്ത് ചായ ലോകമെമ്പാടും പ്രിയങ്കരമായ പാനീയമായി മാറി. പാൽ ചായ, ഇഞ്ചിച്ചായ, ഏലക്ക ചായ അങ്ങനെ അധികമായി ചേർക്കുന്ന ചേരുവയെ സർനെയിമാക്കി സ്വീകരിച്ച് ചായ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ ആയി മാറുകയും ചെയ്തു. എല്ലാ വർഷവും മെയ് 21 അന്താരാഷ്ട്ര ചായ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. നിരവധി കുടുംബങ്ങളുടെ വരുമാന മാർഗം കൂടിയാണ് തേയില അല്ലെങ്കിൽ ചായ വ്യവസായം. അന്താരാഷ്ട്ര തേയില ദിനം ആചരിക്കുന്നതിലൂടെ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ പിന്തുണയ്ക്കാൻ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത തരം ചായകളുണ്ട് ഈ ലോകത്ത്. കട്ടൻ ചായ, ഗ്രീൻ ടീ, വൈറ്റ് ടീ, യെല്ലോ ടീ, മസാല ചായ, തന്തൂരി ചായ, അങ്ങനെ എത്രയോ തരം. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ് ചായ. ശരീരഭാരം കുറയ്ക്കാനും ചർമ്മ സംരക്ഷണത്തിനും ചീത്ത കൊഴുപ്പ് അടിയുന്നത് തടയാനും ചായ സഹായിക്കുന്നതായി പഠനങ്ങളുണ്ട്. വെറുമൊരു പാനീയം മാത്രമല്ല, നിരവധി ആരോഗ്യ ഗുണങ്ങളും ചായ നൽകുന്നുണ്ട്. ഒന്നുഷാറാകാൻ ഒരു ചായ കുടിക്കാമെന്ന് കരുതുന്നവർ നിരവധിയാണ്. തലവേദനയുള്ളപ്പോഴും ക്ഷീണിച്ചിരിക്കുമ്പോഴും മാത്രമല്ല, സുഹൃത്തുക്കൾക്കൊപ്പം കളിയും കാര്യവും പറഞ്ഞിരിക്കുമ്പോഴും പലരുടെയും അരികിലായി ഒരു കപ്പ് ചൂട് ചായ ഉണ്ടാകും. കടുപ്പവും മധുരവും പാകത്തിലുള്ള ഒരു ചായ നൽകുന്ന ഉന്മേഷം അത്ര ചെറുതല്ലെന്ന് സാരം. ഇന്ന് ലോക ചായ ദിനമാണ്. നമുക്കറിയാം, നമ്മിൽ പലരുടെയും ദേശീയ പാനീയമാണ്
ചായ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് നെന്മണിക്കരയിലെ ഒരു ചായക്കടയിലാണ്. കഴിഞ്ഞ 36 വർഷമായി സന്തോഷേട്ടൻ ഇവിടെ ഈ ചായക്കടയിലുണ്ട്. ഈ ചായക്കടയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഈ ചായക്കടയിലാണ് പലപ്പോഴും ചായകുടി സമയത്താണ് രാഷ്ട്രീയവും ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ചർച്ചാവേദിയാകുന്ന ഒരു ഇടം കൂടിയാണ് ഈ ചായക്കട. സന്തോഷേട്ടനാണ് നമ്മുടെ ഇപ്പോൾ. സന്തോഷേട്ട, ഇന്ന് ലോക ചായ ദിനമാണ്. ഈ ചായ എന്താണ്, ഈ ചായ കച്ചവടത്തിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 36. എങ്ങനെയാണ് ഈ നമ്മുടെ ഈ നാട്ടിലുള്ളവരുടെ ഒരു ചായശീലങ്ങൾ എങ്ങനെയാണ്? ചായ ഒരു എനർജി അല്ലേ, അതിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ചായ എങ്ങനെ എടുക്കുന്നു അതിലുള്ളതാണ് അതിന് പ്രത്യേകത. ചായ ആർക്കും വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ചായ എൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലുള്ള പലരും ഇവിടെ ചായ കുടിക്കുന്നവരാണ്. അത് എൻ്റെ കഴിവ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിച്ചു. ചായ കുടിച്ചൊരു ഉഷാറൊക്കെ കിട്ടുമല്ലോ, ഒരു എനർജി. ഈ ചായ ഒരു ലിറ്റർ പാലിൽ എത്ര ചായ ഉണ്ടാക്കാൻ പറ്റും? പാക്കറ്റ് പാലാണെങ്കിൽ നമുക്കൊരു 20 എണ്ണം, നാടൻ പാലാണെങ്കിൽ 16. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ വില കൂടുന്നുണ്ട്, പാലിൻ്റെ വില കൂടുന്നുണ്ട്. ഇപ്പോൾ ചായക്ക് എത്രയാണ് ഇവിടെ വില? ഞാൻ 12 കൊടുക്കണം. ഗ്യാസിന് ഇപ്പോൾ 1000 രൂപ കൂടിയപ്പോഴാണ് 12 ആക്കിയത്. അതുവരെ 10 രൂപയായിരുന്നു. 10 രൂപയായിരുന്നു. ഇപ്പം പാലിനും കൂടി വില കൂടുകയാണ്. പക്ഷേ ഈ ഗ്രാമത്തിലത്തെ കടയായി കാരണം കൂട്ടാൻ പറ്റുന്നൊരു വിശ്വാസം എനിക്കില്ല. അതാണെങ്കിൽ എനിക്ക് ഈ കൂടുന്ന കാശ് 2 രൂപയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. കൂട്ടാൻ വഴിയില്ല. ഏതായാലും ചായ കുടിക്കുക എന്നൊരു ശീലം മലയാളിയുടെ ഒരു ദിനചര്യയായി മാറിയിട്ടുള്ളതാണ്. നമുക്കറിയാം, രാവിലെ എണീറ്റാൽ ഒരു ചായ കുടിച്ചാണ് നമ്മൾ തുടങ്ങുക. ഉന്മേഷത്തിന് അല്ലെങ്കിൽ പുറത്ത് പോയാൽ ഒരു ചായ കുടിക്കാൻ ഒരാളെ ക്ഷണിക്കുക, കൂട്ടുകാരെ കണ്ടാൽ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്നത് ഈ ചായക്കുടിയിലാണ്. ഏതായാലും പാചകവാതകത്തിൻ്റെ പ്രതിസന്ധിയും ഒപ്പം തന്നെ മിൽമ പാലിന് വില കൂടുന്നതും ഒക്കെ തന്നെ ചായക്കുടിയുടെ ചിലവ് കൂട്ടുമെന്ന ഒരു സങ്കടമാണ് ഈ ചായ ദിനത്തിൽ മലയാളികൾക്കുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട് ബസാർ റോഡിന് സമീപം പ്രവർത്തിക്കുന്ന വാച്ച് കടയിൽ നിന്നും മൂർഖം പാമ്പിനെ പിടികൂടി. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30ഓടെയാണ് സംഭവം. കടയിലെ ജോലിക്കാർ സ്റ്റോർ റൂമിൽ കടന്ന സമയം കാർഡ്ബോർഡ് പെട്ടികൾക്കിടയിൽ പാമ്പിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന വാൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൂർഖം പാമ്പിനെ കണ്ടെത്തിയത്. പിന്നീട് വനം വകുപ്പിന്റെ റെസ്ക്യൂ ടീം അംഗം VP ദിനേഷ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ 2025-28 ലിറ്റിൽ കൈറ്റ്സ് ബാച്ചിലെ അംഗങ്ങൾക്കുള്ള ഫേസ് 1 സ്കൂൾ തല ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ 2025-28 ലിറ്റിൽ കൈറ്റ്സ് ബാച്ചിലെ അംഗങ്ങൾക്കുള്ള ഫേസ് 1 സ്കൂൾ തല ക്യാമ്പ് നടത്തി. പ്രധാനാധ്യാപകൻ KJ തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി CGM സ്കൂളിലെ അധ്യാപികയും LJ മെന്ററുമായ സൽമ സൈമൺ ക്യാമ്പ് നയിച്ചു. LK മെന്റർ ഫ്രാൻസിസ് തോമസ് നേതൃത്വം നൽകി. നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ സ്കൂളിലെ LK നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്ത് വെള്ളിക്കുളങ്ങര 11-ാം വാർഡിൽ 22, 23, 24 തീയതികളിൽ ആയുർവേദ ആശുപത്രി ഹാളിൽ വ്യക്തിത്വ വികസന ക്യാമ്പ് നടത്തുന്നു. ഒരുക്കം 2026 എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്യും. വാർഡ് മെമ്പർ KR ഔസേപ്പ് അധ്യക്ഷനാകും. ചിത്രരചന, കരകൗശല നിർമ്മാണം, ഭാഷാ പ്രാവീണ്യ പരിശീലനം എന്നിവയാണ് 3 ദിവസങ്ങളിലായി ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കും. പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സമാപന ദിവസം സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ താൽക്കാലിക ലൈബ്രറിയുടെ ഒഴിവുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് 30. കൂടുതൽ വിവരങ്ങൾക്ക് 048027600121 എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സൈക്കോളജിസ്റ്റ് നിയമനം. ജീവനി പദ്ധതിയുടെ ഭാഗമായി 2026-27 അധ്യയന വർഷത്തിൽ പുല്ലൂറ്റ് ഗവൺമെന്റ് KKTM കോളേജിലും കോളേജിന്റെ കീഴിൽ വരുന്ന മറ്റ് എയ്ഡഡ് കോളേജുകളിലുമായി പ്രവർത്തിക്കുന്നതിന് സൈക്കോളജിസ്റ്റുമാരെ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ക്ലിനിക്കൽ സൈക്കോളജി, പ്രവൃത്തി പരിചയം എന്നിവ അഭിലഷണീയ യോഗ്യതയായി കണക്കാക്കും. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മെയ് 23 രാവിലെ 10:30 കോളേജിൽ അഭിമുഖത്തിന് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 048028022213 അല്ലെങ്കിൽ 953946
9419 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,660 രൂപ, പവന് 1,17,280 രൂപ. വെണ്ടൂർ ചിറ്റിലപ്പള്ളി കോക്കാടൻ അന്തോണി ഭാര്യ റോസി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലിൻസി, സിസ്റ്റർ ഷിൻസി, ലിൻസൺ, ബെറ്റി എന്നിവർ മക്കളും ജോസ്, ആന്റണി, ക്ലാൻസി, ലിൻഡോ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കദളിക്കാടൻ കുട്ടൻ മകൻ ബാബു അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെള്ളിക്കുളങ്ങര മോനടി കുണ്ടോളി ഗോപി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിമലയാണ് ഭാര്യ. വിനീഷ്, വിഘ്ന എന്നിവർ മക്കളും അശ്വതി, ബിജോയ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം. പുഷ്പാർച്ചനയുമായി കോൺഗ്രസ് പ്രവർത്തകർ. നന്ദിപുരം ബസ് കാത്തിരിപ്പ് കേന്ദ്രം മാലിന്യക്കയത്തിൽ തിരിഞ്ഞു നോക്കാതെ അധികൃതർ. കോരിയെടുത്ത ചെളി തോട്ടിലേക്ക് തന്നെ പതിക്കുന്ന സ്ഥിതിയിൽ ശുചീകരണം. പറപ്പൂക്കരയിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പേരിൽ നികുതിപ്പണം കൊള്ളയടിക്കുന്നതായി BJPയുടെ ആരോപണം. അത്ഭുത കാഴ്ചയായി മീൻകൊത്തി ചിന്നൻ. തട്ടേക്കാട്ടിലെ അപൂർവ പക്ഷി മറ്റത്തൂരിൽ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പാലക്കപ്പറമ്പിൽ CPI പൊതുയോഗം. PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.